ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്പുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ടിപ്പുകളെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. വളരെ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. തേങ്ങ ഉടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കാണാറുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ട് പ്രത്യേകിച്ച് ഒരു മണം വരും, ഒരു ചിക്ക് മണം വരും. നമ്മൾ എണ്ണ ആട്ടുന്നതിനൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ എണ്ണ ആട്ടിക്കഴിഞ്ഞാലും ആ എണ്ണയിലും ഇതുപോലുള്ള ആ മണം വരും. അപ്പോൾ അതിനുള്ളൊരു സിമ്പിൾ ടിപ്പാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. കൊപ്ര ആക്കാനൊക്കെ ഇടുന്ന തേങ്ങ ഇതുപോലെ ഒരു മണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കളയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ കർപ്പൂരം ഒന്ന് കലക്കിയിട്ട് ഇതുപോലെ തേങ്ങയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുത്തതിന് ശേഷം ഒരുപാട് നനയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കൊപ്ര ആട്ടുന്ന സമയത്ത് അതിൻ്റെ ആ ബാഡ് സ്മെല്ലുണ്ടല്ലോ, ആ ചിക്ക് മണം ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആട്ടുന്ന എണ്ണയും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കൊപ്ര ഇടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കുക. കറി വയ്ക്കുന്ന തേങ്ങയിലാണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് മണം വന്നതാണെങ്കിൽ നമുക്ക് അത് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില വയറിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. മാക്സിമം അത് ഉപയോഗിക്കാതിരിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ അരികൾ നമ്മൾ കുറച്ച് കൂടുതലധികം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രാണികളുടെ ശല്യങ്ങൾ ഉണ്ടാവും. അരിയിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലെ നിങ്ങൾ കുറച്ച് കർപ്പൂരത്തിൻ്റെ പൊടി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്നും ആ പ്രാണികളുടെ ശല്യമോ അല്ലെങ്കിൽ അരി പൂപ്പൽ പിടിച്ച മണമോ ഒന്നുമില്ലാതെ നമുക്ക് മാസങ്ങളോളം നമുക്ക് അരി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അരി മാത്രമല്ല, നമുക്ക് അതുപോലുള്ള പയർ, പരിപ്പ് വർഗ്ഗങ്ങളിലും കർപ്പൂരം ഉപയോഗിച്ച് നമുക്ക് ഈ ടിപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനങ്ങളും കേടുകൂടാതെ നമുക്ക് മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടമ്മമാർ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് മാസത്തിലെ ബഡ്ജറ്റിൽ നല്ലൊരു ലാഭം നമുക്ക് ഇനി മുതൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കർപ്പൂരം വെച്ചിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെയുള്ള നമ്മുടെ ഷീൽഡുകളൊക്കെ വീട്ടിലുണ്ടാവില്ലേ, ട്രോഫികൾ, നമുക്ക് ഇതുപോലെ ഷെൽഫിൽ കുറേ കാലം നമ്മൾ ഉപയോഗിക്കാതെ വയ്ക്കുന്ന സമയത്ത് ഇതിലും ഭയങ്കരമായിട്ട് പാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വല്ലപ്പോഴും തുടച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാ തുണിയെടുത്ത് തുടയ്ക്കാറായിരിക്കും പതിവ്. പക്ഷേ അതിന് പകരം ഇനി മുതൽ നിങ്ങൾ വിനീഗർ വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഏത് കളറിലാണ് ഇരുന്നത് ആ ഒരു കളർ നമുക്ക് ഈ ട്രോഫികളിൽ കിട്ടുന്നുണ്ടോ. ഈ ട്രോഫി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ തരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ട് സൂക്ഷിക്കുക. ഇനി ക്ലീൻ ചെയ്യുന്ന സമയത്ത് വിനീഗർ വെച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ പുത്തൻ പുതിയതുപോലെ നമുക്ക് കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടി എല്ലാവരും ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെള്ളം വെച്ച് ഒരുപാട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിനേക്കാളും പെട്ടെന്ന് അതിൻ്റെ ഈർപ്പം വലിഞ്ഞു പോകുന്നത് വിനീഗറാണ്. അപ്പോൾ ഒരുപാട് ഒഴിക്കാതെ ആ തുണിയിൽ ഒരു അല്പം വിനീഗർ ആക്കിയിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ പൊടികളൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതാ കണ്ടില്ലേ, നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളത്തിനേക്കാളും പെട്ടെന്ന് ആവിയായി പോകുന്നതുകൊണ്ട് ഡേഞ്ചർ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ പഴയ സ്വിച്ച് ബോർഡ് ആണെങ്കിലും വളരെ കുറച്ച് വിനീഗർ മാത്രം മതി. ജസ്റ്റ് തുണിയിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര പഴയ സ്വിച്ച് ബോർഡ് ആണെങ്കിലും നമുക്ക് നന്ന രീതിയിൽ പുതിയതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതും വല്ലപ്പോഴും ഒരിക്കൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഒന്നല്ല, ഒരാളുടെ 2 3 മൊബൈൽ ഫോൺ വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ ടച്ച് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈ സ്ക്രീനിൽ ഉണ്ടാകുന്ന കറകളാണ്. അത് പല സ്ഥലത്തും നമ്മൾ കൈ കൊണ്ട് തൊട്ട് അതിനുശേഷം ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ സ്ക്രീനിലെ എല്ലാ ഭാഗത്തും എണ്ണയുടെയും മറ്റുള്ള പല പാടുകളും കറകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ ഇത് വെള്ളം വെച്ചിട്ട് അങ്ങനെ ആരും തുടയ്ക്കാറില്ല. ജസ്റ്റ് ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ടാണ് നമ്മൾ തുടയ്ക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് സ്ഥിരം പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇതിനു വേണ്ടി പൈസ മുടക്കേണ്ട കാര്യമില്ല. കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ. 2 സൈഡും ഇതുപോലെ
കുറച്ച് തേക്കാം. അത് ഏത് കളറാണെന്നും വിഷയമില്ല. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു ടിഷ്യൂ എടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് കറക്റ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും നമുക്കൊരു കോൾ വരുന്നത്. അതേ സമയത്ത് നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഇതുപോലെ നാക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തികേടാകാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ മൊബൈൽ ഫോൺ. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ വല്ലപ്പം ഒരു തവണ ഇതുപോലെ പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫോൺ പുതിയതുപോലെ തിളങ്ങുണ്ടാവും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ ഇതുപോലുള്ള ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസിന്റെ മേലായിട്ട് വേറെ ഗ്ലാസ് വെക്കും. അപ്പോൾ അതിന്റെ വെള്ളത്തിന്റെ ഒരു അംശം 2 ഗ്ലാസ്സിലുള്ളത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തത്രയും ടൈറ്റായിട്ട് എങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലൊക്കെ വലിയ മുറിവുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു തവണയെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെയ്തു പോയാൽ ഇത് വലിച്ചെടുക്കരുത്. വലിച്ചെടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലപ്പോൾ വന്നു വരാം. അല്ലെങ്കിൽ ഇത് ഗ്ലാസ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഊരിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ്. ഇതുപോലെ ജസ്റ്റ് 2-3 തവണ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. 2-3 തവണ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്ര ടൈറ്റ് ഉണ്ടെങ്കിലും ഒരു 4-5 തവണ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ ഇത് ലൂസായിട്ട് ഊരി വരും. സൂപ്പറായിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീപ്പ്. മുടി ചീവാം, മീശ ചീവാം, താടി ചീവാം, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമ്മൾ ഡെയിലി കൂടെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം കൂടിയാണ് ചീപ്പ്. അപ്പോൾ ഇതുപോലുള്ള ചീപ്പുകൾ പഴകുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ നല്ല സുഖമായിരിക്കും. പുതിയതാണ് വാങ്ങുന്നെങ്കിൽ ഇതിന്റെ ഈ പല്ലുകൾക്ക് നല്ല മൂർച്ച ഉണ്ടാവും. അത് ഏത് തരം ചീപ്പാണെങ്കിലും ശരി, ചീവുന്ന സമയത്ത് നന്നായിട്ട് വേദന ഉണ്ടാവും. പൊതുവെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വേദനിക്കും. ഇതിപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഏത് തരം ചീപ്പാണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചീവാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കതിന് വേണ്ടത് വാസലിനാണ്. വാസലിൻ ഉപയോഗിച്ച് ഒരുപാട് ടിപ്സ് ഉണ്ട്, നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാസലിൻ എടുക്കാം. നമ്മുടെ ഈ ചീപ്പിന്റെ ആ ബ്രിസിലുകളുടെ മേലോട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. പക്ഷെ പഴയ ചീപ്പ് ചെയ്യുകയാണെങ്കിലും ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാവരും തലയിൽ ഉപയോഗിക്കുന്നുണ്ട്, എണ്ണമയം വളരെ കൂടുതലായിരിക്കും. പഴയ ചീപ്പിലും നിങ്ങൾക്ക് വാസലിൻ തേച്ച് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഉറുമ്പും ഈച്ചയൊന്നും വരാതെ നമുക്ക് ചീപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പുതിയ ചീപ്പിലും പഴയ ചീപ്പിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് വാസലിൻ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്ക് നല്ല നീളമുള്ള മുടിയായതുകൊണ്ട് അവർക്ക് മുടിയുടെ അറ്റത്തൊക്കെ ഭയങ്കരമായിട്ട് കെട്ടുണ്ടാവും. അപ്പോൾ ആ കെട്ടെല്ലാം പോകുന്നതിന് വാസലിൻ തേച്ച് ചീപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ കെട്ടൊക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. കൂടാതെ നമുക്ക് ആ വാസലിൻ തേച്ച ചീപ്പ് കൊണ്ട് മുടി ചെയ്യുന്ന സമയത്ത് മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വാസലിൻ തേച്ചിട്ട് നിങ്ങൾ എത്ര കെട്ടുള്ള മുടിയിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഡ്രൈ ആയിട്ടുള്ള മുടിയിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് വേദനയില്ലാതെ തല ചെയ്യാൻ പറ്റും. അറിയാത്തവര് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം. നല്ല ഉപയോഗമുള്ള ഒരു ടിപ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യാതൊരു ചെലവുമില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ്. ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ.